ടിൻടിൻ, ചിലപ്പോൾ എന്റെ പേര് ടിൻടിൻ എന്നായിരിക്കും. പക്ഷേ ഞാൻ ഈ കാട്ടിൽ എന്താ ചെയ്യുന്നത്? എന്റെ ദൈവമേ, ഒരു സിംഹമല്ലേ അത്? റോസ്വുഡ് കാട്ടിലെ മനോഹരമായ ഒരു പ്രഭാതമായിരുന്നു അത്. വെള്ളച്ചാട്ടം വളരെ വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരുന്നു. ഈ സമയം മാൻ, ജിറാഫ്, മോണ്ടുകുരങ്ങൻ എന്നിവർ വെള്ളം കുടിക്കുവാൻ വേണ്ടി വെള്ളച്ചാട്ടത്തിനരികിലേക്ക് വരികയുണ്ടായി. ഇന്ന് ഈ ഒഴുകി വരുന്ന വെള്ളത്തിന് നല്ല തണുപ്പുണ്ടല്ലോ. അതെ, എന്തൊരു തണുപ്പ്! വൗ, നല്ല രസമുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളത്തിനോടൊപ്പം എന്തോ ഒന്ന് താഴേക്ക് ഒഴുകി വന്നു. അയ്യോ, അതെന്താ താഴേക്ക് വരുന്നത്? വരൂ നോക്കാം. ആ വസ്തു മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ഒപ്പം അവർ 3 പേരും അതിന്റെ പിന്നാലെ. കുറച്ചധിക സമയം ഒഴുകിയ ശേഷം പുഴയുടെ ഒഴുക്ക് കുറഞ്ഞപ്പോൾ ആ വസ്തു ഒരു കരയിലേക്ക് അടിഞ്ഞു. അവർ 3 പേരും അതിനടുത്തേക്ക് ചെന്നപ്പോൾ അവർ കണ്ടത്, അയ്യോ, ഇതൊരു മനുഷ്യനാണല്ലോ. ഇത് ചിലപ്പോൾ ഒരു വേട്ടക്കാരനുമാകാം. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇയാൾ മരിച്ചുപോയി എന്നാണ്. അപ്പോൾ പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ തുറന്നു. അയ്യോ, ഓടിക്കോ, ഇയാൾക്ക് ജീവനുണ്ട്, ഇയാൾ നമ്മളെ വേട്ടയാടും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ 3 പേരും അവിടെ നിന്നും ഓടിപ്പോയി. ആ കുട്ടി എഴുന്നേറ്റ് അവന്റെ ചുറ്റുപാടും കണ്ണുകൾ ഓടിച്ചു. ഇത് ഏത് സ്ഥലമാണ്? ഞാൻ ഇതെവിടെയാണ്? അവൻ കഴിഞ്ഞതെല്ലാം ഓർത്തെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവന് ഒന്നും തന്നെ ഓർമ്മ വന്നില്ല. അവൻ അവന്റെ കഴുത്തിൽ കിടന്ന ലോക്കറ്റിലേക്ക് നോക്കി. ടിൻടിൻ, ചിലപ്പോൾ എന്റെ പേര് ടിൻടിൻ എന്നായിരിക്കും. പക്ഷേ ഞാൻ ഈ കാട്ടിൽ എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് അവൻ ഒരു സിംഹത്തിന്റെ ഗർജനം കേട്ടത്. എന്റെ ദൈവമേ, ഒരു സിംഹമല്ലേ അത്? അവൻ സിംഹത്തെ പേടിച്ച് വളരെ വേഗം ഓടാൻ തുടങ്ങി. അവൻ വളരെ ദൂരം ഓടിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് അവന്റെ കാലിൽ ഒരു കല്ല് തട്ടി. അവൻ കാലിടറി ഒരു ചരിവിലൂടെ താഴേക്ക് വീഴാൻ തുടങ്ങി. ആ ചരിവിൽ ഒരു കൂടും അതിലൊരു മുട്ടയും ഇരിപ്പുണ്ടായിരുന്നു. ടിൻടിൻ തട്ടി ആ കൂടിന് മുകളിലൂടെ വീണു. അവൻ താഴേക്ക് വീഴുന്നത് തടയുന്നതിനായി കയ്യിൽ കിട്ടിയ വസ്തുവിൽ മുറുക്കെ പിടിച്ചു. അവൻ 2 കൈകളും കൊണ്ട് ആ മുട്ടയിൽ പിടിച്ചു. പക്ഷേ അവൻ ആ മുട്ടയോടൊപ്പം ചരിവിലൂടെ നേരെ താഴേക്ക് വീണു. ദൈവത്തിന് നന്ദി, എനിക്ക് കാര്യമായി പരിക്കൊന്നുമില്ല. എന്റെ കയ്യിൽ ഇതെന്താ കിട്ടിയത്? ഞാൻ ഇതെന്തോ പാറയാണെന്ന് കരുതി പിടിച്ചതാണല്ലോ. ടിൻടിൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് അവന്റെ കയ്യിലുള്ളത് ഒരു മുട്ടയാണെന്ന്. ഇതൊരു മുട്ടയാണെന്ന് തോന്നുന്നു. അതെ, ഇതൊരു മുട്ട തന്നെയാണ്. ഇത് വലിയ കഷ്ടമായല്ലോ. ആരാണ് ഈ രാവിലെ തന്നെ ഇത്ര ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഒരു മുയൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പാടെ തന്റെ മുന്നിൽ ടിൻടിനെ കാണുന്നു. അത് ഞെട്ടിത്തരിച്ചുപോയി. എന്റെ ദൈവമേ, ഒരു വേട്ടക്കാരൻ വന്നിരിക്കുന്നു, രക്ഷപ്പെടൂ! അതിന്റെ ബഹളം കേട്ട് ആ കുറ്റിക്കാട്ടിൽ നിന്ന് ആനയും ജിറാഫും കുറുക്കനും പുറത്തേക്ക് വന്നു. എവിടെയാണോ വേട്ടക്കാരൻ? അതാ നോക്കൂ, അവിടെ. അല്ല, ഞാൻ വേട്ടക്കാരനൊന്നുമല്ല. പക്ഷെ അവർ 3 പേരും ഉച്ചത്തിൽ കരഞ്ഞു. എന്നിട്ട് അവർ അവിടെ നിന്നും ഓടിപ്പോയി. മുയൽ അടുത്തു തന്നെയുള്ള തന്റെ മാളത്തിൽ ഒളിച്ചു. ഈ മൃഗങ്ങൾ എന്നെ വേട്ടക്കാരനാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ആ മുട്ട അനങ്ങാൻ തുടങ്ങി. ഇത് പൊട്ടുന്നതിന് മുൻപ് ഞാനിത് തിരിച്ച് അതിന്റെ കൂട്ടിൽ തന്നെ വെക്കണം. പക്ഷേ അത്രയും ഉയരത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് തിരിച്ചു കയറുക? ആ മുയൽ തന്റെ മാളത്തിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇയാൾ ഒരു വേട്ടക്കാരനാണെങ്കിൽ ഇയാളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അപ്പോഴേക്കും ആ മുട്ട നന്നായി കുലുങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അത് പൊട്ടുകയും അതിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞൻ കൊക്ക് പുറത്തു വരികയും ചെയ്തു. എന്ത് രസമാ ഇതിനെ കാണാൻ! കുഞ്ഞൻ കൊക്ക് അതിന്റെ കുഞ്ഞി കണ്ണുകൾ തുറന്ന് അടുത്തു നിന്നിരുന്ന ടിൻടിനെ കണ്ടു. അവർ 2 പേരും പരസ്പരം നോക്കി. ആ കുഞ്ഞൻ കൊക്ക് ടിൻടിന്റെ കാലിനടുത്തേക്ക് ചെന്നു. അച്ഛാ! ഞാൻ അച്ഛനോ? ടിൻടിൻ അതിന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പുഞ്ചിരിച്ചു.
ആ, അതെ അതെ, ഞാൻ നിന്റെ അച്ഛനാണ്. ഇതും പറഞ്ഞ് അവൻ ആ കുഞ്ഞൻ കൊക്കിനെ നെഞ്ചോട് ചേർത്തു. നീ വളരെ ക്യൂട്ടാണ്. നീ ഏത് പക്ഷിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിന്റെ ഈ സുന്ദരമായ മുഖത്തിന് പറ്റിയ പേര് ടിങ്കു എന്നാണ് എനിക്ക് തോന്നുന്നത്. മതിയോ? എനിക്ക് അറിയാമായിരുന്നു നിനക്ക് ഈ പേര് ഇഷ്ടമാകുമെന്ന്. വരൂ, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കാം. ഇത്രയും പറഞ്ഞ് ടിൻഡിൻ അതിനെ കയ്യിലെടുത്ത് മുന്നോട്ട് നീങ്ങി. അപ്പോൾ ആ മുയലും അവരുടെ പിറകെ പോയി. കുറച്ച് ചുവടുകൾ നടന്നപ്പോൾ അയാൾ ഒരു ആപ്പിൾ മരം കണ്ടു. ടിൻഡിൻ ഒരു കല്ലെടുത്ത് ഒരു ആപ്പിളിന് നേരെ ലക്ഷ്യമിട്ടു. ആദ്യ ഏറിൽ തന്നെ ഒരു ആപ്പിൾ താഴേക്ക് വീണു. അയാൾ ആ ആപ്പിൾ എടുത്ത് ടിങ്കു കൊക്കിന്റെ വായിലേക്ക് വെച്ച് നീട്ടി. ഇതാ ടിങ്കു, ഇത് കഴിച്ചോളൂ. ടിങ്കു ആ ആപ്പിളിന്റെ മണം പിടിച്ചു. എന്നിട്ട് താഴേക്ക് നോക്കി. നീ എന്താണിത് കഴിക്കാത്തത്? അപ്പോൾ ടിൻഡിന്റെ കാലിൽ ഒരു കീടാണു കടിച്ചു. ആ, ടിൻഡിൻ തന്റെ കാലിൽ പറ്റിപ്പിടിച്ച പുഴുവിനെ കയ്യിലെടുത്തു. അച്ഛാ! അപ്പോൾ പെട്ടെന്ന് തന്നെ ടിങ്കു ആ പുഴുവിനെ തന്റെ കൊക്ക് കൊണ്ടെടുത്ത് കഴിച്ചു. അപ്പോൾ നീ പുഴുവിനെയാണോ തിന്നുന്നത്? ഇത് കണ്ട് ടിൻഡിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഈ മണ്ണിൽ ഇനിയും പുഴുക്കളുണ്ടാകും. ടിൻഡിൻ ഒരു വടിയെടുത്ത് നിലത്ത് നിന്നും മണ്ണിളക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് പുഴുക്കൾ കൂടി മണ്ണിന് വെളിയിലേക്ക് വന്നു. ടിങ്കു കൊക്ക് പുഴുക്കളെ തിന്നാൻ തുടങ്ങി. അവൻ കഴിക്കുന്നത് കണ്ട് ടിൻഡിന് വളരെ സന്തോഷമായി. അപ്പോൾ ആ മുയലും അവന്റെ അടുത്തേക്ക് വന്നു. ഏയ്, നീ ഒരു മുയലല്ലേ? ഹാ, എന്റെ പേര് റാബിറ്റ് എന്നാണ്. നീ ഞാനൊരു വേട്ടക്കാരനാണെന്നല്ലേ കരുതുന്നത്? അങ്ങനെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നീ ഈ കുഞ്ഞിനെ പരിപാലിക്കുന്നത് കാണുമ്പോ എനിക്ക് തോന്നുന്നില്ല നീ ഒരു വേട്ടക്കാരനായിരിക്കുമെന്ന്. ഭാഗ്യം, എന്നെ കണ്ട് ഓടിക്കളയാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ ഒരു വേട്ടക്കാരനല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എനിക്ക് ഒന്നും തന്നെ ഓർമ്മയില്ല. എന്റെ പേരെന്താണെന്ന് പോലും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. എന്റെ കഴുത്തിലെ ഈ ലോക്കറ്റിൽ ടിൻഡിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നി എന്റെ പേര് ടിൻഡിൻ എന്നായിരിക്കുമെന്ന്. അതെയോ? സാരമില്ല. ഇവൻ ഭക്ഷണം കഴിച്ചു. എനിക്ക് തോന്നുന്നു ഇവനിപ്പോൾ ദാഹിക്കുന്നുണ്ടെന്ന്. എങ്കി വരൂ, ഞാൻ നിങ്ങൾക്ക് പുഴയിലേക്കുള്ള വഴി കാണിച്ചു തരാം. ടിൻഡിൻ ടിങ്കു കൊക്കിനെയും എടുത്ത് റാബിറ്റിന്റെ പിറകെ നടന്നു. പുഴയുടെ അടുത്തെത്തി അവർ രണ്ടുപേരും വെള്ളം കുടിച്ചു. നിന്നോട് വളരെയധികം നന്ദിയുണ്ട് റാബിറ്റ്. അപ്പോൾ പുഴയിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരു മാൻ ഇങ്ങനെ ഒച്ചയിട്ടു. രക്ഷപ്പെടൂ, രക്ഷപ്പെടൂ, വേട്ടക്കാരൻ വന്നിരിക്കുന്നു. ഇതും പറഞ്ഞ് അത് അവിടെ നിന്നും ഓടിപ്പോയി. ഈ മൃഗങ്ങൾ എത്ര കാലം ഞാൻ വേട്ടക്കാരനാണെന്ന് വിചാരിച്ചിരിക്കും. അങ്ങനെ വിചാരിച്ചോട്ടെ, ഇപ്പോൾ നിനക്ക് തന്നെ അറിയില്ല നീ ആരാണെന്ന്. ടിൻഡിനും റാബിറ്റും ചിരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ റാബിറ്റ് എപ്പോഴും ടിൻഡിനോടും ടിങ്കുവിനോടും കൂടെ സമയം ചിലവഴിക്കാൻ തുടങ്ങി. ടിങ്കു ടിൻഡിനാണ് തന്റെ അച്ഛനെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ആ കുഞ്ഞ് സന്തോഷവാനായിരുന്നു. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞ് ഒരുമിച്ചുറങ്ങി ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ടിൻഡിൻ വലുതായി. ഒരു ദിവസം അവർ മൂന്നുപേരും വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആകാശത്തിൽ കൂടി കൊക്കുകളുടെ ഒരു കൂട്ടം പറന്നുപോയി. അച്ഛാ നോക്ക്, അച്ഛാ അത് നോക്ക്. ഇവരെല്ലാവരും നിന്നെ പോലെയാണ്. ഇവർക്ക് പറക്കാൻ കഴിയുന്നുണ്ട്. അതിനർത്ഥം നീയും പറക്കണമെന്നാണ്. റാബിറ്റ്, നിനക്കറിയാമോ ഇവരുടെ കൂട്ടത്തെ എവിടെയാ കാണാൻ കഴിയുക എന്ന്? പക്ഷേ അവരോടൊപ്പം ടിങ്കുവിനെ വിടുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അച്ഛാ, എനിക്ക് നിങ്ങളെ വിട്ട് എവിടെയും പോവണ്ട. പക്ഷേ നിനക്ക് പറക്കാൻ ആഗ്രഹമില്ലേ? അത് കേട്ടപ്പോൾ ടിങ്കു ആകാശത്തേക്ക് നോക്കി. ഒന്നും പറഞ്ഞില്ല. വിഷമിക്കേണ്ട, ഞാൻ നിന്നെ പറക്കാൻ പഠിപ്പിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് ടിൻഡിൻ ടിങ്കുവിനെ തന്റെ തോളിലെടുത്തു വെച്ചു. ഇനി ഞാൻ ഓടാൻ തുടങ്ങുമ്പോൾ നീ നിന്റെ ചിറകുകൾ ശക്തിയായി അടിക്കണം. ഇത് കേട്ട് ടിങ്കു തലകുലുക്കി സമ്മതിച്ചു. അങ്ങനെ ടിൻഡിൻ ഓടാൻ തുടങ്ങി. അവന്റെ പിറകെ റാബിറ്റും ഓടാൻ തുടങ്ങി. ഇനി നിന്റെ ചിറകുകൾ അടിക്ക്. ടിങ്കു തന്റെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി.
അങ്ങനെ കുറച്ചു സമയം കൊണ്ട് അവൻ വായുവിൽ പറക്കാൻ തുടങ്ങി. ഹായ് അച്ഛാ, അങ്ങനെ എനിക്ക് പറക്കാൻ കഴിഞ്ഞു. അങ്ങനെ ടിങ്കു കാറ്റിനോട് കഥ പറയാൻ തുടങ്ങി. ടിങ്കു പറക്കുന്നത് കണ്ട് ടിൻഡിന് വളരെ സന്തോഷമായി. പക്ഷെ പെട്ടെന്ന് ഒരു കൊക്കോ, അതും ഇത്രയും ചെറുത്. ടിങ്കു ഒരു പരുന്തിന്റെ കണ്ണിൽ പെട്ടു. ടിങ്കു, വേഗം രക്ഷപ്പെടൂ. അയ്യോ അച്ഛാ! പരുന്ത് ടിങ്കുവിന്റെ പിറകെ പോകാൻ തുടങ്ങി. ടിങ്കു പരുന്തിനെ പേടിച്ച് വളരെ വേഗത്തിൽ പറന്നു. പരുന്ത് വളരെ പെട്ടെന്നാ പോകുന്നത്. ടിങ്കുവിന് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇതും പറഞ്ഞ് ടിൻഡിൻ ഒരു കല്ലെടുത്തു. അത് ടിങ്കുവിനെ പിടിക്കാൻ പോവുകയാ. ടിൻഡിൻ അതിനെ ലക്ഷ്യമാക്കി കല്ലെറിഞ്ഞു. പരുന്ത് ടിങ്കുവിനെ പിടികൂടുമെന്നായി. അപ്പോഴേക്കും ആ കല്ല് അതിന്റെ ദേഹത്ത് കൊണ്ടു. അത് ദൂരെ പോയി വീണു. അച്ഛാ! ടിങ്കു പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നു. ടിൻഡിൻ അവനെ തന്റെ നെഞ്ചോട് ചേർത്തു. നീ നിന്റെ കൂട്ടത്തോടൊപ്പം ആയിരുന്നുവെങ്കിൽ അത് നിന്നെ ഒരിക്കലും ആക്രമിക്കില്ലായിരുന്നു. ഇല്ല അച്ഛാ, ഞാൻ നിങ്ങളെ വിട്ട് എങ്ങും പോകുകയില്ല. ടിൻഡിൻ ആരാണ്? അവൻ ഈ കാട്ടിൽ എന്താണ് ചെയ്യുന്നത്? അവന് ടിങ്കു കൊക്കിന്റെ അച്ഛനമ്മമാരെ കണ്ടെത്താനാകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അറിയാൻ ഈ കഥയുടെ അടുത്ത ഭാഗം തീർച്ചയായും കാണുക. എന്റെ ചില്ലയിലിരിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? ആരാണ്? ഏതു വൃക്ഷത്തിലാണോ നീ ഇരിക്കുന്നത്, ആ വൃക്ഷമാണ് സംസാരിക്കുന്നത്. എന്റെ ചില്ലയിൽ നല്ല പക്ഷികൾക്ക് ഇരിക്കാൻ പാടില്ല. കാട്ടിൽ കുറെ ദിവസമായി നല്ല മഴ പെയ്യുകയായിരുന്നു. ഈ കാര്യം വിചാരിച്ച് കിളികളുടെ റാണിയായ ഹേമ എല്ലാ കിളികളെയും മീറ്റിങ്ങിന് വിളിപ്പിച്ചു. കാട്ടിൽ 1 മാസമായിട്ട് മഴ പെയ്യുകയാണ്. എനിക്ക് തോന്നുന്നില്ല ഇത് പെട്ടെന്ന് കുറയുമെന്ന്. കിളികളുടെ മഹാറാണി, നിങ്ങൾ പറയുന്നത് ശരിയാണ്. ഭയങ്കരമായ മഴ കാരണം എല്ലാവരുടെ വീടും തകർത്തിട്ടേക്കാണ്. അതുപോലെ കഴുകന്മാരെ കൊണ്ടും തോറ്റിരിക്കുകയാണ്. ഈ സമയം നമുക്കിപ്പോ വിളക്കിടാനുള്ളതല്ല. ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് വേറൊന്നിനുമല്ല, കാക്കയിൽ നിന്നും നമുക്ക് കുറച്ച് തേങ്ങ വാങ്ങാനുണ്ട്. അതുപോലെ നാളികേരത്തിന്റെ വീട് നമുക്ക് ആവശ്യമാണ്. എന്നാലേ ഈ ഭയങ്കരമായ മഴയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഹേമ കിളി പറഞ്ഞ കേട്ട് എല്ലാ കിളികളും കറുത്ത കാക്കയുടെ കടയിൽ വന്നു. അവിടെ വലിയ നാളികേരത്തിന്റെ വീടുണ്ടായിരുന്നു. കറുത്ത കാക്ക എല്ലാവരെയും കണ്ട് ഞെട്ടി. എന്നിട്ട് പറഞ്ഞു, അല്ല, എന്തു പറ്റി? ഇന്നെന്റെ കടയിൽ ഇത്രയും പക്ഷികളോ? പ്രശ്നമൊന്നുമില്ലല്ലോ. ഞാൻ നിന്റെ എല്ലാ നാളികേരം വാങ്ങാൻ വന്നതാ. ഞാൻ ഇവിടെ നാളികേരം വിൽക്കാൻ വേണ്ടി തന്നെയാ നിൽക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ നാളികേരം വാങ്ങിച്ചോ. അങ്ങനെ ഓരോരുത്തരും അവർക്ക് ആവശ്യമായ വീടുണ്ടാക്കാൻ വേണ്ടി ഓരോ നാളികേരം വാങ്ങിക്കൊണ്ട് അവിടുന്ന് പോയി. കറുത്ത കാക്ക സന്തോഷം കൊണ്ട് സ്വയം പറഞ്ഞു, ഇത് കൊള്ളാലോ. ഇന്നെന്തായാലും നല്ല വിൽപ്പന ഉണ്ടായത്. മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കട്ടെ, എന്റെ നാളികേരം വിറ്റ് പോകട്ടെ. കറുത്ത കാക്ക ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ഒരു കുഞ്ഞിക്കിളി അവന്റെ അടുത്തേക്ക് വന്നു. എന്റെ പേര് മീനു. എന്റെ കയ്യിൽ പൈസ ഇല്ല. ഞാൻ അനാഥയാണ്. എനിക്ക് ഈ നാളികേരം കടമായിട്ട് തരാമോ? ഭയാനകമായ മഴ കാരണം എന്റെ വീടും തകർന്നു പോയി. കറുത്ത കാക്കയ്ക്ക് അത് ഇഷ്ടപ്പെടാതെ അവളെ നോക്കി പറഞ്ഞു, ഞാൻ ഇവിടെ ഈ സാധനം വെച്ചിരിക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കാനല്ല. നീ കാശുണ്ടെങ്കിൽ നാളികേരം വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ. മീനുക്കിളിക്ക് വിഷമമായി. സങ്കടത്തോടെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് വന്നു. തകർന്ന സ്വന്തം വീടിനെ നോക്കി അവൾ പറഞ്ഞു, എന്തു ചെയ്യും? എന്റെ വീട് തകർന്നു പോയല്ലോ. അതിന്റെ അകത്ത് മഴത്തുള്ളികളും വീഴുന്നുണ്ടല്ലോ. എന്തെങ്കിലും ആവട്ടെ, ഈ രാത്രി എനിക്ക് ഇതിനകത്ത് കഴിഞ്ഞുകൂടിയേ പറ്റൂ. മീനുക്കിളി അവളുടെ സ്വന്തം കൂട്ടിൽ കയറിയിരുന്നു. അപ്പോഴേക്കും അവളുടെ കൂട്ടിന്റെ അകത്ത് അവൾ കാണുന്നത് ഒരു കഴുകൻ. കഴുകനെ കണ്ടപ്പോ തന്നെ മീനുക്കിളി ചോദിച്ചു, ആരാ നീ? എന്റെ പേര് ബ്രൗണി എന്ന്. ഇനി മുതൽ ഞാൻ ഇവിടെ താമസിക്കും. എന്ത് തോന്നിവാസമാണ് പറയണത്? ഇത് എന്റെ വീടാണ്. ബ്രൗണി എവിടെ കാല് വെച്ചാലും അതവളുടെ വീടായി മാറും. നിന്നെ ഞാൻ കൊല്ലുന്നതിന് മുമ്പ് മര്യാദക്ക് ഇവിടെ നിന്ന് പോവാനാണ് ഞാൻ പറയുന്നേ. ബ്രൗണി കഴുകന്റെ കാര്യങ്ങൾ കേട്ട് മീനുക്കിളി പേടിച്ചുപോയി. മിണ്ടാതെ അവളുടെ വീട്ടിൽ നിന്നും പറന്നുപോയി. മീനുക്കിളി ആ മഴയത്ത് അങ്ങനെ നനഞ്ഞുകൊണ്ടിരുന്നു. അടുത്ത ദിവസം രാവിലെ മീനുക്കിളി ഹേമ റാണിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, കിളികളുടെ റാണി, എന്നെ സഹായിക്കൂ. എന്തു സഹായം? എന്റെ വീട് അല്ലേലേ തകർന്നു പോയി കിടക്കുക.
അത് കൂടാണ്ട് ഒരു ബ്രൗണി കഴുകൻ എന്റെ വീടിന്റെ അകത്തേക്ക് വന്നു. കിളികളുടെ റാണിയല്ലേ, അതിനെ എന്റെ വീട്ടിൽ നിന്നും ഒഴിച്ചുവിടൂ. അത് കാരണം ഞാൻ രാത്രി മുഴുവൻ മഴയത്തായിരുന്നു. ബ്രൗണി കഴുകന്റെ പേര് കേട്ടതോടെ ഹേമ റാണിയുടെ മുഖത്ത് പേടി വന്നു. പേടിച്ചുകൊണ്ട് മീനുക്കിളിയെ നോക്കി ഹേമറാണി പറഞ്ഞു, നോക്കു മീനു, വേറെ ഏത് പക്ഷിയായിരുന്നെങ്കിലും ഞാൻ ബാക്കിയുള്ളവരെയും കൊണ്ട് അവിടെ പോയേനെ. ബ്രൗണി കഴുകനെ നിനക്ക് ശരിക്കും അറിയില്ല എന്ന് തോന്നുന്നു. അവള് ഭയങ്കരയാ. അങ്ങാന ഞാൻ അവളെ വീട് ഒഴിവാക്കാൻ വേണ്ടി പോയാൽ എല്ലാ കിളികളെ അവൾ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പൊ ഞാൻ അവിടെ താമസിക്കും. നോക്കു മീനു, കഴിഞ്ഞ 1 മാസമായിട്ട് കാട്ടിൽ നല്ല മഴ പെയ്യുകയാണ്. എല്ലാ കിളികൾക്കും അത് തന്നെയാണ് പ്രശ്നവും. നീ വേറൊരു വീട് കണ്ടുപിടിക്കുന്നവരെ അതുവരെ ഞാൻ ഇവിടെ താമസിച്ചോട്ടെ മഹാറാണി. മീനുക്കിളി പറഞ്ഞത് കേട്ട് ഹേമറാണിക്ക് ദേഷ്യം വന്ന് പറഞ്ഞു, ഞാൻ നിന്റെ നോക്കിക്കോളാന്നൊന്നും വാക്ക് കൊടുത്തിട്ടില്ല ആർക്കും. നീ വലിയ കിളിയായി. ഇത് പറഞ്ഞ് ഹേമറാണി അവിടുന്ന് പറന്നുപോയി. മീനുക്കിളിയുടെ കണ്ണിൽ കണ്ണുനീര് വരാൻ തുടങ്ങി. മിണ്ടാതെ അവിടെ നിന്ന് പറന്നുപോയി. മീനുക്കിളി ഒരു മരത്തിന്റെ കൊമ്പിലിരുന്ന് അമ്മേനെ ആലോചിച്ചുകൊണ്ട് കരഞ്ഞോണ്ട് പറയുകയായിരുന്നു, അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. ഈ കാട്ടിൽ അനാഥയായ കിളിനെ ആരും അന്വേഷിക്കാനില്ല. ഇനി ഞാൻ എവിടെ പോകും? മീനുക്കിളി കുറെ നേരമായി കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ദിവസവും മീനുക്കിളി ഓരോരുത്തരുടെയും വീട്ടിൽ പോയി സഹായം ചോദിക്കാൻ ഓരോ വീട്ടിലും കേറിയിറങ്ങി. ഒരു പക്ഷിയും അവളെ വീട്ടിൽ താമസിക്കാനായി സമ്മതിച്ചില്ല. വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് ആ മഴയത്ത് മീനുക്കിളി ഒരു മരത്തിന്റെ വലിയൊരു കൊമ്പിൽ പോയിരുന്നു. ആ കൊമ്പിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ വൃക്ഷം നല്ല വലുതാണ്. ഇതിന്റെ അകത്ത് മഴ പെയ്യുന്നില്ല. മഴ തീരുന്നവരെ ഇവിടെ അങ്ങ് തങ്ങാം. അപ്പോഴേക്കും മരം ചുമക്കാൻ തുടങ്ങി. ഇത് കണ്ട് മീനുക്കിളി നല്ല ഞെട്ടിപ്പോയി. അയ്യോ, വൃക്ഷം എന്താ ചുമന്നിരിക്കണേ? ഇത് എന്ത് തരം വൃക്ഷമാണ്? അപ്പോഴേക്കും മീനുക്കിളിയുടെ ചെവിയിൽ ഗാംഭീര്യമായ ഒരു ശബ്ദം കേട്ടു. എന്റെ ചില്ലയിലിരിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? മീനുക്കിളി പേടിച്ചുകൊണ്ട് പറഞ്ഞു, ആരാണ്? ഏതു വൃക്ഷത്തിലാണോ നീ ഇരിക്കുന്നത് ആ വൃക്ഷമാണ് സംസാരിക്കുന്നത്. ഞാനൊരു മാന്ത്രിക വൃക്ഷമാണ്. എന്റെ ചില്ലയിൽ നല്ല പക്ഷികൾക്ക് ഇരിക്കാൻ പാടില്ല. എനിക്ക് നീ പറയണതൊന്നും മനസ്സിലാവുന്നില്ല. ഈ വൃക്ഷത്തിൽ ഇരിക്കുന്നവർ മറ്റുള്ളവരോട് വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. പക്ഷെ നീ ഒരു ദുർബലനായ പക്ഷിയാണ്. നീ പറഞ്ഞത് ശരിയാ, എനിക്ക് അത്രയൊന്നും ശക്തിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് മീനുക്കിളി പൊട്ടി എല്ലാ കഥയും ആ മരത്തിനോട് പറയുകയും ചെയ്തു. നിനക്ക് വേണമെങ്കിൽ ഞാൻ നിന്നെ ശക്തിശാലിയാക്കാം. നിന്നെ സഹായിക്കാത്ത എല്ലാവരെയും നിനക്ക് പ്രതികാരം ചെയ്യാവുന്നതാണ്. എന്താ, നിനക്ക് ശക്തിശാലിയാവാൻ ആഗ്രഹമുണ്ടോ? പെട്ടെന്ന് മീനുക്കിളിയുടെ മനസ്സിൽ എല്ലാ കിളികളോടും ദേഷ്യമായി. എല്ലാവരോടും എനിക്ക് പകരം വീട്ടണം. ശരി, ഞാൻ നിന്റെ രൂപം വലുതാക്കാൻ പോവുകയാണ്. മറ്റുള്ള പക്ഷികൾ നിന്നെ കണ്ടാൽ ഇനി പേടിക്കും. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. നീ എല്ലാ പക്ഷികളുടെയും കൂട് തകർക്കുമെന്ന്. എനിക്ക് സമ്മതമാണ്. മീനുക്കിളി അത്രയും പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും മീനുക്കിളിയുടെ രൂപം വലുതായി. അവളുടെ ഉള്ളിൽ അത്ഭുതമായ ഒരു ശക്തി അവൾക്ക് അനുഭവപ്പെട്ടു. അവൾക്ക് ദേഷ്യം വന്ന് നേരെ അവളുടെ വീട്ടിലേക്ക് പോയി. അവളുടെ വീട്ടിന്റെ വെളിയിലിരുന്ന് ബ്രൗണി കഴുകൻ സുഖമായി ഇരിക്കുകയായിരുന്നു. ഇത്രയും വലിയ കിളിയെ കണ്ട് ബ്രൗണി കഴുകൻ പേടിച്ചു പോയി. ആരാണ് നീ? ഇത്രയും വലിയ രൂപത്തിലുള്ള കിളിയെ കണ്ടിട്ടില്ല. ഞാൻ അത് തന്നെയാ. നീ എന്റെ വീട്ടിൽ നിന്ന് എന്നെ പറഞ്ഞു വിട്ടില്ലേ, ഓർമ്മയുണ്ടോ? ഇത്രയും പറഞ്ഞുകൊണ്ട് മീനുക്കിളി അവളുടെ ചുണ്ടുകൊണ്ട് ബ്രൗണി കഴുകനെ ഉപദ്രവിച്ചു. ബ്രൗണി കഴുകൻ പരിക്കേറ്റ് നേരെ താഴത്തേക്ക് അങ്ങ് വീണു. അവളെ ഞാൻ ഉപദ്രവിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇനി ഞാൻ എല്ലാവരുടെ നാളികേര വീട് തകർക്കും. കാരണം ആരും ആരുടെ വീട്ടിൽ എന്നെ താമസിപ്പിച്ചില്ല. ഈ ഒരവസ്ഥയിൽ മീനുക്കിളിക്ക് ദേഷ്യം വന്ന് എല്ലാവരുടെയും നാളികേര വീട് പോയി തകർക്കാൻ തുടങ്ങി. എല്ലാ കിളികളും മീനുക്കിളിയുടെ ഈ അവസ്ഥ കണ്ട് പേടിച്ചു വിറച്ചു പോയി. എല്ലാ കിളികളും പേടിച്ച് റാണി ഹേമയുടെ അടുത്ത് വന്ന് കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞും കൊടുത്തു. തെറ്റെന്റെയാണ്. മീനുക്കിളി എന്നോട് സഹായം ചോദിച്ചു വന്നപ്പോ എന്റെ അന്നത്തെ ദിവസത്തെ മൂഡ് ശരിയല്ലായിരുന്നു.
ആ സമയത്ത് ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. എനിക്ക് തോന്നുന്നത് മീനുക്കിളി വലിയ വൃക്ഷത്തിൽ പോയി ഇരുന്നു കാണും. അത് ചീത്ത വൃക്ഷമാണ്. ആ വൃക്ഷം ആരുടെയും മനസ്സിൽ തെറ്റായ കാര്യങ്ങൾ നിറച്ചു കൊടുക്കും. അതൊരു മാന്ത്രിക വൃക്ഷമാണ്. തെറ്റ് റാണിയുടെ മാത്രമല്ല, ഞങ്ങളുടെ തെറ്റുമുണ്ട്. പാവം മീനുക്കിളി ഞങ്ങളുടെ അടുത്ത് സഹായം ചോദിച്ചൊക്കെ വന്നതാ. പക്ഷെ ഞങ്ങളാരും അവളെ സഹായിച്ചില്ല. ആ മാന്ത്രിക വൃക്ഷം മീനുന്റെ മനസ്സിൽ നമുക്കെതിരെ വെറുപ്പ് മാത്രമാക്കി. നമ്മൾ അവളുടെ മനസ്സിൽ സ്നേഹം നിറയ്ക്കണം. അത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെ ആവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹേമക്കിളി മീനുക്കിളിനെ തപ്പി അങ്ങ് ഇറങ്ങും. അപ്പോഴാണ് മീനുക്കിളിനെ അവൾ കാണുന്നത്. മീനു നല്ല ദേഷ്യത്തിലായിരുന്നു. ഹേമക്കിളി നേരെ അവളുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, മീനുക്കിളി, ഇത് മതിയാക്ക്. നന്നായി നീ എന്റെ അടുത്ത് വന്നത്. ഇനി നിന്റെ വീടും കൂടെ തകർക്കാൻ ബാക്കിയുള്ളോ? എനിക്കറിയാം ഞങ്ങളെല്ലാരും നിന്റെ അടുത്ത് തെറ്റാണ് ചെയ്തതെന്ന്. ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. നീ വേണമെങ്കിൽ ഞങ്ങളെല്ലാരും കൊന്നോളൂ, പക്ഷെ മനസ്സിൽ വെറുപ്പ് സമ്പാദിക്കരുത്. ഞങ്ങളോട് ക്ഷമിക്കണം. ഇല്ല, ഞാൻ നിങ്ങളോട് ക്ഷമിക്കില്ല. മീനു, എനിക്ക് നിന്റെ അമ്മേനെ നന്നായിട്ടറിയാം. അവരിങ്ങനെയല്ല. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നിന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെടുവോ? അമ്മയുടെ പേര് കേട്ടതോടെ മീനുക്കിളിക്ക് വിഷമം വന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞതോടെ മീനുക്കിളിയുടെ രൂപം പഴയ രൂപത്തിൽ തന്നെ തിരിച്ചു വരികയും ചെയ്തു. എന്നോട് ക്ഷമിക്കണം കിളികളുടെ റാണി. വൈരാഗ്യം കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതാ. എന്റെ കൂട്ടുകാരെ എല്ലാരെയും ഞാൻ ഉപദ്രവിച്ചു. കുഴപ്പമില്ല, തെറ്റെല്ലാവർക്കും സംഭവിക്കുന്നതല്ലേ. വാ ഞങ്ങളുടെ കൂടെ. ഇനി ഒരിക്കലും മാന്ത്രിക വൃക്ഷത്തിൽ പോയി ഇരിക്കരുത്. കിളികളുടെ റാണി മീനുക്കിളിനെ കൂടെ കൂട്ടി. എന്നിട്ട് അവളെ സ്വന്തം മകളായിട്ട് തന്നെ നോക്കാൻ തുടങ്ങി. ആ ദിവസത്തിന് ശേഷം മീനുക്കിളി കിളികളുടെ റാണിയുടെ കൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങി.